സിക്കിം സർക്കാർ മാത്രമാണ് തൊഴിലാളി എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലേക്ക് നിങ്ങൾ മാറ്റിയിട്ടുള്ളത്. മറ്റ് സംസ്ഥാനങ്ങൾക്കെല്ലാം ചെയ്യാം. ഇവിടെ ശ്രീ ശിവൻകുട്ടിയും ശ്രീമതി വീണ ജോർജും വിചാരിച്ചാൽ നിങ്ങളെ ആ കാറ്റഗറിയിലേക്ക് മാറ്റാൻ പറ്റും. ഈ കാര്യത്തിൽ ഇന്ത്യയിലെ ആശാ വർക്കർമാർക്ക് ആശ്വാസമാകേണ്ടവർ, അവരെ തൊഴിലാളികളായി പരിഗണിക്കേണ്ടവർ, അവർക്ക് മന്ത്ലി 21,000 രൂപയെങ്കിലും ഉറപ്പാക്കേണ്ടവർ, അത് ചെയ്യാതെ കണ്ണിൽ പൊടിയിടാൻ സമരപ്പന്തലിൽ ചെന്ന് തിയേറ്ററിക്സ് കാണിക്കുന്നത് ആർക്കും അസ്വസ്ഥത ഉണ്ടാക്കുന്ന കാര്യമാണ്. അതൊരു പൗരബോധത്തിന്റെ ഭാഗമല്ലേ? അങ്ങൊന്ന് നിഷ്പക്ഷനായി ഒന്ന് ആലോചിച്ച് നോക്കൂ. ആർക്കാണ് ഉത്തരവാദിത്വം? ഇന്ത്യയിലെ ആശാ വർക്കർമാരുടെ പ്രശ്നം പരിഹരിക്കാൻ അതൊരു കേന്ദ്ര സ്കീമിൽ വരുന്ന കാര്യമായത് കൊണ്ട് തന്നെ പകുതി ഉത്തരവാദിത്വമെങ്കിലും കേന്ദ്ര സർക്കാരിനുണ്ടല്ലോ. അത് ചെയ്തിട്ട് ഈ സമരപ്പന്തലിൽ പോയി നല്ല ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചാൽ കൊള്ളാം എന്ന് ഞാൻ പറഞ്ഞേനെ. പക്ഷെ വളരെ മോശമായി പോയി. നിങ്ങളങ്ങ് ഡൽഹിയിലോട്ട് പോ, ഞാനും വന്ന് കൂടെ ഇരിക്കാൻ സമരത്തിന് വഞ്ചന. ഇപ്പൊ 13,200 രൂപ കൊടുക്കുമ്പോൾ അതിൽ 9,400 സംസ്ഥാനം കൊടുക്കുന്നതാണ്. അപ്പൊ എന്തായാലും സംസ്ഥാനം അത്രയും കൊടുക്കുന്നുണ്ടല്ലോ. ആശമാരെ കുറിച്ച് നിങ്ങൾക്ക് വലിയ കൺസേൺ ഉണ്ടല്ലോ. എന്തുകൊണ്ടാണ് ഈ ഫിക്സഡ് ഇൻസെന്റീവ് ഇപ്പൊ 3,000 ആണല്ലോ, അതൊരു 6,000 രൂപയാക്ക്, 7,000 രൂപയാക്ക്, അതനുസരിച്ച് സംസ്ഥാനത്തോട് കൂട്ടാൻ പറ. അപ്പൊ ഈ പ്രശ്നം പരിഹരിക്കാമല്ലോ. പക്ഷെ നിങ്ങളുടെ ഉത്തരവാദിത്വം അങ്ങ് മറച്ചിട്ട് ഇവരൊക്കെ കൊടുത്തോട്ടെ, നമ്മള് സമരപ്പന്തലിൽ വന്നിട്ട് പിന്തുണ അർപ്പിക്കാം. സമരപ്പന്തലിൽ പിന്തുണ അർപ്പിക്കാൻ പല ആൾക്കാരുണ്ടാവും. അത് നിങ്ങൾ വേണ്ടല്ലോ. ഇവിടെ ചെയ്യാൻ പറ്റുന്നത് ചെയ്തിട്ടല്ലേ സമരപ്പന്തലിൽ പോകേണ്ടത്.